ഹലോ, നമ്മളിന്ന് നല്ലൊരു കറി വെക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ തേങ്ങയാണ് എടുത്തിട്ടുണ്ട്. ഈ മൺചട്ടിയിലിട്ട് നമ്മൾ തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരു ഗോൾഡൻ ഷെയ്ഡ് ആകുമ്പോഴത്തേനും നമ്മൾ അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്നും കൂടെ നമ്മൾ ഇത് വറുത്തെടുക്കുവേ. വറുത്തെടുത്തതിന് ശേഷം നമ്മളിത് അരയ്ക്കാനായിട്ട് വെക്കും. ആ ചട്ടിയിൽ തന്നെ നമ്മൾ എണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ ഒഴിച്ച് നമ്മളതിനകത്തേക്ക് കടുകിട്ടു, കറിവേപ്പില ഇട്ടു. അതുപോലെ തന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഉള്ളിയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി അതും കൂടെ ഇട്ടിട്ട് ഒരു ഗോൾഡൻ ഷെയ്ഡാകുന്ന വരെ നമ്മളൊന്നും കൂടെ ഒന്ന് വരട്ടുവാണേ. അതൊന്ന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പിട്ടാൽ നമ്മൾ പെട്ടെന്ന് തന്നെ അതൊന്ന് വരണ്ട് വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊഴിക്കുക. അരപ്പൊഴിച്ചതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം. അതുപോലെ തന്നെ 2 കഷ്ണം പുളിയും കൂടെ ചേർക്കണം കേട്ടോ. എന്നിട്ട് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ